സി ചാക്കോയുടെ രാജി ഉൾക്കൊള്ളാനാകില്ല എന്ന് NCP വിദ്യാർത്ഥി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥൻ. NCPയിലെ വിമത നീക്കങ്ങളാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കാൻ കാരണം. അതോടൊപ്പം മന്ത്രി AK ശശീന്ദ്രൻ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമായിരുന്നു എന്നും കൂടി പറയുന്നുണ്ട്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ രാജിവെച്ചതിന് പിന്നാലെ ഇപ്പോൾ NCP വിദ്യാർത്ഥി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അദ്ദേഹം രാജിവെക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അല്ല, അതേ രാജിവെച്ച വിവരം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, പവാർജിക്ക് അങ്ങനെ ഒരു വിവരം അദ്ദേഹത്തിന് കൊടുത്തു, ഒരു മെയിലോ കൊടുത്തു എന്നുള്ളൊരു വാർത്തയാണ് കേട്ടത്. അത് ഞങ്ങൾ ഒരു പാർട്ടി പ്രവർത്തകർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പിളർപ്പിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് NCP എത്തിയോ? എന്താണ് NCPക്ക് അത് സംഭവിക്കുന്നത്? പാർട്ടിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ചില വിമത നീക്കങ്ങളാണ്. പാർട്ടിനെ NCP പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ തളർത്താൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളുടെ നടപടിയായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. പാർട്ടി അധ്യക്ഷനെ പോലും അനുസരിക്കാത്ത തരയിലേക്ക് പാർട്ടി അംഗങ്ങൾ മന്ത്രി പോലും മാറുന്ന അവസ്ഥയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നൊരു കാര്യം, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കേണ്ട ഒരു സംഭവമല്ല. അത് യഥാർത്ഥത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതായിരുന്നില്ലേ? തീർച്ചയായും NCP എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടി നിലപാടുകൾ 100% മന്ത്രി അതേ രീതിയിൽ പാർട്ടിയോട് കൂടെ നിൽക്കണമായിരുന്നു. അത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാത്തതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു എന്താ പറയുക, വിഷമമുണ്ട്. അദ്ദേഹത്തിനെ പോലത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ പാർട്ടി വേണ്ട എന്നുള്ളൊരു സന്ദേശമാണ് തരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ചാക്കോ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ പാർട്ടിയെ പിന്നെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമായിരുന്നില്ലേ ശശീന്ദ്രനും കൂട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെ പാർട്ടിയിൽ തന്നെയുള്ള ചില ആളുകൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എതിരാണെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷത്തിനോടും എതിരാണെന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ അയച്ചുവിടുന്നു. അതിനൊന്നും ഒരു യാഥാർത്ഥ്യമില്ല. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും മന്ത്രിയുടെ പിന്നിലുള്ള കുറച്ചൊരു സംഘം ശരിക്കും അവർ വളരെ രീതിയിൽ മന്ത്രിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാർട്ടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 70 വയസ്സിന്റെ മുകളിലുള്ള ആൾക്കാർക്കാണ് ആ പ്രശ്നം. കാരണം അവരെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ പാർട്ടി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം പോലും അറിയാതെയാണ് ഇത്തരത്തിൽ രാജി എന്നാണ് പാർട്ടി പ്രവർത്തകർ പോലും പങ്കുവെക്കുന്നത്. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.